നമ്മൾ അടുക്കളയിൽ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ചില കാര്യങ്ങൾ ഇഷ്ടമില്ലാത്തത് ഉണ്ടാവുമല്ലോ. അതുപോലെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഇത് കേട്ടോ. ഇത് ഉണക്കപ്പയറുണ്ടല്ലോ, അത് കുതിർത്തിയിട്ട് നമ്മൾ അത് അരിച്ച് ഒഴിക്കണം എന്ന് പറയും. അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ കല്ല് പെടും. അത് എനിക്ക് പലപ്പോഴും പറ്റാറുള്ളൊരു സംഭവമാണ്. എന്നാലും ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്തായാലും. എന്നിട്ട് കുക്കറിലാക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വേവണ സമയം കൊണ്ട് നമുക്ക് മാണിത്തട്ടയാണ് അതിൻ്റെ കൂടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പുറത്തുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് പറിച്ച് കളയണം. അതെനിക്കിഷ്ടമുള്ള ജോലിയാണ്. അങ്ങനെ ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതൊക്കെ കൂടി ചെയ്ത് വന്നാലല്ലേ നമുക്ക് നല്ല ഫുഡൊക്കെ തയ്യാറായി കിട്ടുള്ളൂ അടുക്കളയിലല്ലേ. അപ്പോൾ നല്ല ടേസ്റ്റോടെ എല്ലാവരും കഴിക്കണമെങ്കിൽ ഒരു ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ആ മാണിത്തട്ടയുടെ ആ പുറത്തുള്ള എല്ലാ സംഭവങ്ങളും പറിച്ച് ചെയ്ത് വൈറ്റ് കളറാക്കി വെച്ചിട്ടുണ്ട്. ഈ കളറാക്കിയതിന് ശേഷമാണ് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുക. ബാക്കിയുള്ളതൊക്കെ നമുക്ക് കളയാനുള്ളതാണ്. എന്തായാലും ആദ്യത്തെ കളറും രണ്ടാമത്തെ കളറും കാണാൻ നല്ല രസമാണല്ലേ. എന്തായാലും ഞാനത് കട്ട് ചെയ്യാൻ പോവുകയാണേ. അപ്പോൾ നമുക്ക് 2 എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഉണക്കപ്പയറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഉണക്കപ്പയറിന് പകരം നമുക്ക് മുതിരി എടുക്കാം. അപ്പോൾ അത് ഞാൻ നടു കീറിയപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ആ ഷേപ്പൊക്കെ കാണാനും അതൊരു ഭംഗിയില്ലേ. അപ്പോൾ അത് കാണിച്ചതാണ് കേട്ടോ. എനിക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഭംഗിയുള്ളതും അതൊക്കെ ആസ്വദിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. ഇതിന് ചിലയിടത്തൊക്കെ വാഴന്തൂമ്പ് എന്ന് പറയും തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് നമ്മൾ നടു കീറിയതിന് ശേഷം ചെറുതായി നീളത്തിൽ തന്നെ കട്ട് ചെയ്ത് അത് കുനുകുനാ ചെറുതായി വേറെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ സംഭവം അതെല്ലാം അതുപോലെ ഇങ്ങനെ ചെറുതായി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ രസമുള്ള പരിപാടിയാണ്. ഇതാ ഇത്രയും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട്. ഇത് കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കളറൊക്കെ മാറും. പിന്നെ ഈ വൈറ്റ് കളർ മാറിയിട്ട് പിന്നെ ഒരു ബ്രൗൺ കളറായിട്ടാണ് പിന്നെ മാറുന്നത്. അപ്പോൾ ഓരോ ഫുഡിനും അതിൻ്റേതായിട്ടുള്ള ഇതല്ലേ. ചില ഫ്രൂട്ട്സും ചിലതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെക്കുമ്പോഴുള്ള കളറിലല്ലോ ഉണ്ടാവുക. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് ഒരു സവോളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു 4 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് ഒരു 5-6 വെളുത്തുള്ളിയും വറ്റൽ മുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ ചുവന്നുള്ളി കൂടുതൽ എടുക്കുകയാണ് നല്ലത്. പക്ഷേ അത് കുറേ നന്നാക്കി കിട്ടണ്ടേ. അപ്പോൾ അത് എളുപ്പത്തിനാണ് ഞാൻ ആ സവോളയും കൂടി എടുക്കുന്നത്. ഇന്ന് രുചി ഇത്തിരി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത്തിരി ചുവന്നുള്ളിയും കൂടിയും ചേർക്കും. അപ്പോൾ സംഭവം എന്തായാലും ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വന്നപ്പോൾ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൽ കടുക് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ കടുകിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് ഞാൻ ഇപ്പോൾ അടുത്ത കാലത്താണ് അറിഞ്ഞത്. എനിക്ക് ഒരുവിധം ഫുഡിലൊന്നും കൂടുതൽ കടുക് ഇടുന്നത് ഇഷ്ടമല്ല. അപ്പോൾ കുറച്ചിടും, പേരിന് അത്രേ ചെയ്യാറുള്ളൂ. അപ്പോൾ അതിന് കൂടുതൽ സ്മെല്ല് വരുമ്പോൾ എനിക്ക് എന്തോ ഇഷ്ടമല്ല. ചില ഉപ്മാവിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് കടുകിൻ്റെ സ്മെല്ല് എടുത്ത് കാണിക്കും. എന്തായാലും ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഐറ്റംസൊക്കെ അതിൽ ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 അല്ലി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അത് അതിൻ്റെ ആ ഒരു നല്ലൊരു മണം വരുമല്ലോ. ആ മണം വരുന്ന വരെയാണ് എൻ്റെ ഒരു കണക്കിന് കേട്ടോ. അപ്പോൾ അതുപോലെ ആയതിനു ശേഷം ഞാൻ ആ മാണിത്തട്ട നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ലേ, ഇത് കണ്ടില്ലേ, ഇത് ചേർക്കുമ്പോൾ തന്നെ അതിൻ്റെ കളർ മാറി വന്നത് കണ്ടില്ലേ. അപ്പോൾ എന്തായാലും അത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം. മൊത്തത്തിൽ എല്ലാ ഐറ്റംസും ഒന്ന് മിക്സ് ആയിരിക്കട്ടെ അല്ലേ. അപ്പോൾ അതുപോലെ എല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ ഉപ്പിട്ടിട്ടില്ല. ആദ്യം പയർ വേവിക്കുമ്പോഴും ഉപ്പിട്ടിട്ടില്ല കേട്ടോ. അത് വേവ് ആവാതിരിക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ചേർത്തിട്ടില്ലേ. അപ്പോൾ അതിലും ഇതിനും കൂടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ വേവിച്ച് വെച്ച പയറെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ, ആ വെള്ളത്തോടെ കൂടിയിട്ടാണ് ഇതിൽ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ആ വെള്ളം ഇതിൽ ഒന്ന് മിക്സ് ആയിട്ടുണ്ടെങ്കിൽ അത് വേവ് കുറച്ച് ടൈം എടുക്കും. അധികം ടൈമൊന്നും വേണ്ട കേട്ടോ. ഈ മാണിത്തട്ടൊക്കെ പെട്ടെന്ന് വേവണ സംഭവം തന്നെയാണ്. പക്ഷേ അതും ഇതും കൂടി വേവുമ്പോൾ ഒന്ന് അടി പിടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അത് മൊത്തത്തിലാണ്ട് ഒഴിച്ചു കൊടുക്കും. പിന്നെ അതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടും വേണ്ട. എന്തായാലും അത് അടച്ച് വെച്ചിട്ട് ഞാൻ ഒന്ന് കുറച്ച് നേരം വെച്ചതിന് ശേഷം മൂടി തുറന്നു കേട്ടോ. അപ്പോൾ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അത് ഏറ്റവും നല്ല സാധനമാണല്ലോ നമുക്ക്. അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെക്കുക. അതുപോലെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇതൊക്കെ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ നടക്കുന്ന പരിപാടികളാണ്. അപ്പോൾ അത് വീണ്ടും ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം വറ്റി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് വെള്ളം വറ്റി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേവും ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കഴിക്കാനുള്ള പരുവത്തിൽ ഇതുപോലെ അടിപൊളിയായിട്ട് റെഡിയായി കിട്ടും. അപ്പോൾ ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ അത് കഴിക്കുക, അത്ര തന്നെ പരിപാടിയുള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് കേട്ടോ ഈ മാണിത്തട്ട ഉപ്പേരിയൊക്കെ. അപ്പോൾ നമുക്ക് നല്ല ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു സാധനമാണ് നമ്മളെ വീട്ടിലുണ്ടാവണതല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യണേ.